നരേന്ദ്രമോദി ദൈവങ്ങളുടെ രാജാവ് എന്നായിരുന്നു ഒരു പ്രധാന നേതാവ് പറഞ്ഞുകൊണ്ടിരുന്നത്. എന്നെ ദൈവമായിട്ട് ജനങ്ങൾക്ക് മനസ്സിൽ തോന്നിപ്പിച്ച് ദൈവത്തെയാണല്ലോ കണക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ രാഹുൽ ഗാന്ധിയും വയനാട്ടിൽ നന്ദി പറയാൻ വേണ്ടി വന്നിട്ടുണ്ട്. നമസ്കാരം. ഇന്ന് കേരളത്തിൽ കണ്ട ചില രാഷ്ട്രീയ കാര്യങ്ങൾ പരാമർശിക്കാൻ വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ്. ദൈവവുമായി ബന്ധപ്പെട്ടാണ്. തെരഞ്ഞെടുപ്പ് പ്രചരണ കാലത്ത് നരേന്ദ്രമോദിയെക്കുറിച്ചും അദ്ദേഹം സ്വയവും ദൈവവുമായി ബന്ധിപ്പിച്ച് നടത്തിയ പരാമർശങ്ങൾ വലിയ ചർച്ചയായതാണ്. നരേന്ദ്രമോദി ദൈവങ്ങളുടെ രാജാവ് എന്നായിരുന്നു ഒരു പ്രധാന നേതാവ് പറഞ്ഞുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞ് ജഗന്നാഥൻ ഇദ്ദേഹത്തിൻ്റെ ഭക്തനാണ്, ഏത് നരേന്ദ്രമോദിൻ്റെ ഭക്തനാണ് എന്ന് പറഞ്ഞ ആളുകളെയും നമ്മൾ കണ്ടു. മൂന്നാമത്തേതായിരുന്നു മാസ്റ്റർ പീസ്, ഞാൻ ദൈവം അയച്ച ആളാണ് എന്ന് മോദി തന്നെ പരസ്യമായി അവകാശപ്പെട്ട കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അന്ന് അദ്ദേഹം പറഞ്ഞതിൻ്റെ അർത്ഥം നിങ്ങൾ എനിക്ക് വോട്ട് ചെയ്തോളണം, ഞാൻ ദൈവത്തെ പോലെ വിശുദ്ധിയുള്ള ആളാണ് എന്ന സന്ദേശമായിരുന്നു. ആളുകൾ കേവല ഭൂരിപക്ഷത്തിലേക്ക് എത്തുന്ന വോട്ടൊന്നും ചെയ്തില്ല. അത്രക്ക് ദൈവമാണെങ്കിൽ ലേശം അഡ്ജസ്റ്റ് ചെയ്തുള്ള വോട്ടൊക്കെ സ്വീകരിച്ചാൽ മതി, ഇങ്ങനെ അങ്ങ് പോയാൽ മതി എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് നരേന്ദ്രമോദിയെ ഒരു ദൈവ അവതാരമല്ല, സാധാരണ നേതാവാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ജനാധിപത്യ ദൈവങ്ങളുടെ കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഇത് കഴിഞ്ഞാണ് കേരളത്തിലേക്ക്, ഇന്നത്തെ സംഭവത്തിലേക്ക് നമ്മൾ വരുന്നത്. നരേന്ദ്രമോദിയുടെ ദൈവവൽക്കരണത്തെക്കുറിച്ച് നമുക്ക് വലിയ ചർച്ചകൾക്കൊക്കെ വകുപ്പുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് കേരളത്തിലേക്ക് അദ്ദേഹത്തിൻ്റെ പ്രതിനിധിയായ സുരേഷ് ഗോപി മന്ത്രിയായി കേരളത്തിലേക്ക് വരുമ്പോൾ സുരേഷ് ഗോപിയും പറയുന്ന ഇതാണ്, ദൈവത്തിൻ്റെ നിശ്ചയമായിരുന്നു തൻ്റെ വരവ് എന്നുള്ളതാണ്. ഇന്ന് അദ്ദേഹം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം അദ്ദേഹത്തിൻ്റെ യാത്ര ആരംഭിക്കുന്നതിന് മുമ്പ് അദ്ദേഹം തളി ക്ഷേത്രം ഉൾപ്പെടെ സഞ്ചരിച്ചതിന് ശേഷം അദ്ദേഹം പറഞ്ഞൊരു കാര്യം, താൻ ദൈവത്തിൻ്റെ നിശ്ചയത്തിൻ്റെ ഭാഗമായി വന്നതാണ് എന്ന കാര്യമാണ് അദ്ദേഹം പറയുന്നത്. എന്നെ ദൈവമായിട്ട് ജനങ്ങൾക്ക് മനസ്സിൽ തോന്നിപ്പിച്ച് ജനങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു. ആ ജനങ്ങളെ എന്നിലേക്ക് കൊണ്ടുവരുന്നതിന്, എൻ്റെ രാഷ്ട്രീയ വളർച്ചയ്ക്ക് വേണ്ടി, എൻ്റെ ഭരണപരമായ ഒരു എന്നെ ഒന്ന് സ്ഥാപിക്കുന്നതിന് വേണ്ടി, ആ ജനങ്ങളെ എൻ്റെ അടുത്തേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി, ക്രോഡീകരിക്കാൻ വേണ്ടി ശ്രമിച്ച സ്നേഹം ക്രോഡീകരിക്കാൻ വേണ്ടി, അത് വോട്ടിൻ്റെ രൂപത്തിലാണെങ്കിൽ അങ്ങനെ അതിനുവേണ്ടി 1.5 വർഷം പണിയെടുത്ത തൃശ്ശൂരിലെ കാര്യകർത്താക്കളുണ്ട്. അവരൊക്കെ മാത്രമാണ് എൻ്റെ ജനങ്ങളും അവരും ആണ് ഇനി എൻ്റെ ഉത്തരവാദിത്വം. എന്നെ ദൈവമായിട്ട് ജനങ്ങൾക്ക് മനസ്സിൽ തോന്നിപ്പിച്ച് ജനങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു. സുരേഷ് ഗോപി ഇങ്ങനെ പല കാര്യങ്ങൾ പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ യാത്ര മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. അദ്ദേഹത്തിൻ്റെ വിജയവും അതിനെ തുടർന്ന് സംഘപരിവാർ രാഷ്ട്രീയത്തിന് അല്ലെങ്കിൽ BJPയുടെ രാഷ്ട്രീയമായ മുന്നേറ്റത്തിന് സഹായകരമായ നിലപാടുകളുമായി അദ്ദേഹം വിശാലമായ യാത്ര തുടങ്ങിക്കഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെ വഴിക്ക് പോട്ടെ. സുരേഷ് ഗോപി ഈ യാത്ര തുടങ്ങുന്ന ഘട്ടത്തിൽ, അദ്ദേഹത്തിൻ്റെ കേരളത്തിലേക്ക് മന്ത്രിയായതിനു ശേഷമുള്ള ആദ്യത്തെ യാത്ര മുന്നോട്ട് കൊണ്ടുപോകുന്ന ഘട്ടത്തിൽ ദൈവത്തെയാണല്ലോ കണക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ രാഹുൽ ഗാന്ധിയും വയനാട്ടിൽ നന്ദി പറയാൻ വേണ്ടി വന്നിട്ടുണ്ട്. അദ്ദേഹം റായ്ബറേലിയിലും തിരഞ്ഞെടുക്കപ്പെട്ടു, വയനാട്ടിലും തിരഞ്ഞെടുക്കപ്പെട്ടു. അദ്ദേഹം നരേന്ദ്രമോദിയുടെ ദൈവവൽക്കരണത്തെക്കുറിച്ചാണ് രസകരമായൊരു പ്രസംഗം അദ്ദേഹം നടത്തിയത്. ആ പ്രസംഗം ദൈവമായി ഓരോരുത്തരും സ്വയം അവതരിക്കുമ്പോഴുള്ള ചില വൈരുദ്ധ്യങ്ങളെക്കുറിച്ച് ചൂണ്ടിക്കാണിക്കുന്നതായിരുന്നു. നരേന്ദ്രമോദിയെ പരിഹസിച്ചുകൊണ്ടുള്ളതായിരുന്നു. ആ പരാമർശങ്ങൾ നമുക്ക് ആദ്യം കേൾക്കാം. മോദിയോട് പരമാത്മാവ് സംസാരിക്കുന്നത് പോലെ എന്നോട് സംസാരിക്കാറില്ല. കാരണം ഞാൻ സാധാരണ ഒരു മനുഷ്യനാണ്. ജനങ്ങളാണ് എൻ്റെ ദൈവം. വയനാടോ റായ്ബറേലിയോ എന്ന കാര്യത്തിൽ എന്ത് തീരുമാനം എടുക്കണം എന്ന് വയനാട്ടിലെ ജനങ്ങളുടെ അഭിപ്രായമാണ് ഞാൻ ചോദിക്കുന്നത്. വയനാട്ടിലെയും റായ്ബറേലിയെയും ജനങ്ങളെ സന്തോഷിപ്പിക്കുന്ന തീരുമാനം എടുക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പ്രധാനമന്ത്രിക്ക് എന്ത് ചെയ്യണം എന്ന് പറഞ്ഞു കൊടുക്കുന്നത് ദൈവമാണ്. എനിക്കങ്ങനെയല്ല. ഞാനൊരു സാധാരണ മനുഷ്യനാണ്. താൻ ജൈവികമായി ഉണ്ടായ ആളല്ല എന്നാണ് പ്രധാനമന്ത്രി പ്രസംഗിച്ചത്. ഒരു തീരുമാനവും താൻ എടുക്കാറില്ല എന്നും തന്നെ ഭൂമിയിലേക്ക് അയച്ച പരമാത്മാവ് തീരുമാനമെടുക്കും എന്നുമാണ് പ്രധാനമന്ത്രിയുടെ പറച്ചിൽ. എന്നാൽ അദാനിയുടെയും അംബാനിയുടെയും തീരുമാനങ്ങളാണ് ഈ വിചിത്രമായ പരമാത്മാവ് എടുത്തതെന്നും പരമാത്മാവ് പറഞ്ഞതനുസരിച്ച് ആദ്യം എയർപോർട്ടുകളും പിന്നീട് വൈദ്യുതി നിലയങ്ങളും അദാനിക്കും അംബാനിക്കും കൊടുത്തു എന്നും ആണ് രാഹുൽ പരിഹസിക്കുന്നത്. ഭരണഘടനയുടെ പോരാട്ടമായിരുന്നു ഈ തെരഞ്ഞെടുപ്പിൽ നടന്നത് എന്നതാണ് രാഹുൽ ഗാന്ധിയുടെ പ്രധാനപ്പെട്ട സന്ദേശം. ഈ രാജ്യത്തെ ഓരോ ചരിത്രത്തെയും പാരമ്പര്യത്തെയും സംരക്ഷിക്കുന്നത് ഇന്ത്യൻ ഭരണഘടനയാണ്. കേരളത്തിലെ ജനങ്ങൾക്ക് കഥകളി ആസ്വദിക്കാൻ സാധിക്കും, മലയാളം സംസാരിക്കാൻ സാധിക്കും, ഇഷ്ടമുള്ളത് ചെയ്യാൻ സാധിക്കും. ഈ അവകാശങ്ങളെ സംരക്ഷിക്കുന്നത് ഭാരതത്തിൻ്റെ ഭരണഘടനയാണ്. ഭരണഘടന രാജ്യത്ത് ഇല്ലാതായാൽ കേരളത്തിലേക്ക് ആർക്കു വേണമെങ്കിലും
വന്ന് മലയാളം സംസാരിക്കാൻ പാടില്ല എന്ന് ആജ്ഞാപിക്കാൻ സാധിക്കും. കേരളത്തിൻ്റെ ഒരു പ്രത്യേക പാരമ്പര്യം പാടില്ല എന്ന് പറയാൻ സാധിക്കും. എല്ലാ ജനങ്ങളുടെയും ചരിത്രത്തെയും പാരമ്പര്യത്തെയും സംരക്ഷിക്കുന്ന ഇന്ത്യൻ പോരാട്ടമാണ് നടന്നത് എന്നും അതിൽ വിജയിച്ചു എന്നും അദ്ദേഹം പറഞ്ഞു. യഥാർത്ഥത്തിൽ ഈ കാഴ്ചപ്പാടിനെ, എല്ലാത്തിനെയും ഏകശിലാത്മകമായി കൊണ്ടുപോകുന്ന ഒരു കാഴ്ചപ്പാടിനെ മുൻനിർത്തിക്കൊണ്ടുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് നടന്നത്. 400 സീറ്റും കേവല ഭൂരിപക്ഷവും എന്നുള്ള ലക്ഷ്യം അത് സാർത്ഥകമാക്കാൻ, രാജ്യത്തെങ്ങുമുള്ള ഒരൊറ്റ പോയിന്റിലേക്ക് കൊണ്ടുപോകാനുമുള്ള, രാജ്യത്തെങ്ങുമുള്ള സംസ്കാരത്തെ അങ്ങനെ ഒതുക്കാനുള്ള നീക്കമാണ് നടന്നത് എന്നും ഒരുപക്ഷെ BJPക്ക് കേവല ഭൂരിപക്ഷം കിട്ടാത്തതിനാൽ ആ കാര്യം തൽക്കാലം നടക്കാൻ പോകുന്നില്ല എന്നും അതൊരു വിജയമാണ് എന്നുമാണ് രാഹുൽ ഗാന്ധി പറയുന്നത്. ഈ സാഹചര്യത്തിലാണ് അദ്ദേഹം മോദിയുടെ താൻ ദൈവത്തെ പോലെയാണ് എന്ന പരാമർശത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി രംഗത്ത് വന്നത്. ഒരുപക്ഷെ നരേന്ദ്രമോദി ഈ ഘട്ടത്തിൽ തൻ്റെ പഴയ ചില പ്രചരണങ്ങളുടെ ഭാഗമായി ഉന്നയിക്കപ്പെട്ട പല കാര്യങ്ങളും പിൻവലിക്കുന്നത് നാം കാണുന്നുണ്ട്. ഇപ്പോൾ റിസൾട്ട് വന്നതിന് ശേഷം തൽക്കാലം നിതീഷ് കുമാറിൻ്റെയും ചന്ദ്രബാബു നായിഡുവിൻ്റെയും ബലത്തിൽ ഒരു സർക്കാർ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൻ്റെ സാഹചര്യത്തിൽ ഒക്കെ ആയിരിക്കാം ആ ദൈവവൽക്കരണത്തിൻ്റെ പഴയ സിദ്ധാന്തത്തിലേക്ക് അദ്ദേഹം പോയിട്ടില്ല, BJPയും പോയിട്ടില്ല. എന്ന് മാത്രമല്ല, താൻ ദൈവവൽക്കരിക്കപ്പെട്ട ഒരാളാണെന്നും എല്ലാം മോദി കാ പരിവാർ ആണ് എന്നും, അതായത് മോദിയുടെ കുടുംബം ആണ് എന്നുമുള്ള പ്രഖ്യാപനത്തിൽ നിന്നുകൂടി അദ്ദേഹം പിന്നോട്ട് പോയി എന്നുള്ളതാണ് രസകരമായ കാര്യം. ഒരുപക്ഷെ മോദി അത് പറഞ്ഞില്ലെങ്കിലും സുരേഷ് ഗോപി കേരളത്തിൽ ഉണ്ടാക്കിയ വിജയത്തിൻ്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ ഒരു പ്രചരണം നടത്തുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ആദ്യം കാണിച്ച് കഴിഞ്ഞ കാര്യമാണ്. മോദി ഉപേക്ഷിച്ചാലും സുരേഷ് ഗോപി ദൈവവുമായുള്ള ബന്ധം ഉപേക്ഷിക്കാൻ തയ്യാറല്ല, അല്ലെങ്കിൽ ദൈവവൽക്കരണത്തിൻ്റെ പാതയിലൂടെയുള്ള സഞ്ചാരം ഉപേക്ഷിക്കാൻ തയ്യാറല്ല എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമായി നമുക്ക് ഈ ഘട്ടത്തിൽ കാണാം. പക്ഷേ മോദി ഉപേക്ഷിച്ച പല കാര്യങ്ങളിൽ ഒന്ന് ഞാൻ നിങ്ങളോട് പറയാം. അതായത് മോദി കാ പരിവാർ എന്ന പ്രയോഗം ഇനി ഉപേക്ഷിക്കണം എന്നുള്ളതാണ്. എന്നോടുള്ള സ്നേഹത്തിൻ്റെ അടയാളമായി ഇന്ത്യയിലെ ജനങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിൽ മോദി കാ പരിവാർ എന്ന് ചേർത്തു. അതുവഴി എനിക്ക് ഒരുപാട് കരുത്ത് ലഭിച്ചു. ഇന്ത്യയിലെ ജനങ്ങൾ തുടർച്ചയായ 3ാം തവണയും NDAക്ക് ഭൂരിപക്ഷം നൽകി വിജയിപ്പിച്ചു. നമ്മളെല്ലാവരും ഒരു കുടുംബം എന്ന സന്ദേശം ഫലപ്രദമായി നൽകാൻ സാധിച്ചു. നിങ്ങളുടെ സാമൂഹിക മാധ്യമ അക്കൗണ്ടുകളിൽ നിന്ന് മോദി കാ പരിവാർ നീക്കം ചെയ്യണം എന്ന് അഭ്യർത്ഥിക്കുന്നു. ആ പേര് ഇല്ലാതായാലും കുടുംബം എന്ന രീതിയിലുള്ള നമ്മുടെ ബന്ധം ശക്തമായി തുടരും എന്നാണ് മോദി ട്വീറ്റ് ചെയ്തത്. എന്തുകൊണ്ടാണ് മോദിയുടെ കുടുംബം എന്ന പ്രയോഗം മാറ്റപ്പെട്ടത്? അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പ്രതിപക്ഷത്തെയും മറ്റ് രാഷ്ട്രീയ പാർട്ടികളെയും ഒക്കെ കുടുംബാധിപത്യ പാർട്ടികളാണ് എന്ന് മോദി പ്രഖ്യാപിക്കുന്നതിൻ്റെ തുടർച്ചയായി മോദി കല്യാണം കഴിച്ചില്ല, അതുകൊണ്ട് മോദിക്ക് അഴിമതിയൊന്നും നടത്തണ്ട എന്നുള്ള പഴയ മുദ്രാവാക്യം നിൽക്കാത്ത സാഹചര്യമായി. കാരണം അദാനിയും അംബാനിയും തഴച്ച് വളരുമ്പം മോദി എന്തിനാ കല്യാണം കഴിച്ച് അഴിമതി നടന്ന്, ഇതിനപ്പുറം വേറൊരു പരിപാടി വേണ്ടല്ലോ. അതുകൊണ്ട് ആളുകൾക്ക് ആ പ്രയോഗത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു എന്നുള്ളതൊരു യാഥാർത്ഥ്യമായി അവിടെ നിൽക്കുന്നു. അതിൻ്റെ പിന്നാലെയാണ് ഈ മോദി മന്ത്രിസഭയിൽ കുടുംബാധിപത്യത്തിൻ്റെ തുടർച്ചയായി വന്ന നിരവധി അംഗങ്ങളുടെ പട്ടിക തന്നെ നമ്മുടെ മുമ്പിലേക്ക് വന്നത്. അങ്ങനെ വന്ന 20 പേർ, ഈ മോദി മന്ത്രിസഭയിലെ 20 പേർ മക്കൾ രാഷ്ട്രീയത്തിൻ്റെ തുടർച്ചയായി വന്നവരാണ്. മക്കൾ രാഷ്ട്രീയം അല്ലെങ്കിൽ നെപ്പോട്ടിസം ഒരു മോശമായ കാര്യമല്ല. മക്കൾ രാഷ്ട്രീയം എന്നുള്ളത് പ്രത്യേകമായി നമുക്ക് പറയാം. കഴിവുള്ള ആളുകൾ കയറി വരേണ്ടതുണ്ട് എല്ലാ മേഖലയിലും. പക്ഷേ അച്ഛൻ്റെ പേരിൽ മാത്രം മറ്റൊരു കഴിവുമില്ലാതെ ഒരു മേഖലയിൽ നിലനിൽക്കുകയാണെങ്കിലാണ് അത് ഒരു സാമൂഹ്യ പുരോഗതിക്ക് അനുയോജ്യമായ കാര്യമല്ല എന്ന് പറയാറുള്ളത്. എന്തായാലും രാഹുൽ ഗാന്ധിക്കെതിരെ ഉൾപ്പെടെ നിരന്തരമായി മോദിയും BJPക്കാരും കുടുംബ രാഷ്ട്രീയത്തിൻ്റെ കാര്യം പറയുമായിരുന്നതിൻ്റെ തുടർച്ചയായി ഇപ്പോൾ അത്യാവശ്യം ചില തിരിച്ചടികൾ ഉണ്ടായതിൻ്റെ അനന്തരഫലം എന്ന നിലയിലാണ് മോദി കാ പരിവാർ നിങ്ങളൊന്ന് നീക്കിക്കോ, വെറുതെ ചൊറയുണ്ടാക്കല്ലേ എന്ന് പ്രധാനമന്ത്രി പറഞ്ഞത്. അതിനൊരു കാരണം ഈ പറഞ്ഞ മന്ത്രിസഭയിലെ 20 പേരുടെ പട്ടികയാണ്. അത് രാഹുൽ ഗാന്ധിയും ആ കാര്യം മുന്നോട്ട് വെച്ചുകൊണ്ട് പറയുകയുണ്ടായി. മോദിയുടെ ഗവൺമെൻറ്റിൽ ഇങ്ങനെ ഒരു മക്കളുടെ ആധിപത്യമുണ്ട് എന്നുള്ളത്. രാഹുൽ ഗാന്ധിക്ക് രാഷ്ട്രീയമായി അത് മക്കൾ രാഷ്ട്രീയത്തെക്കുറിച്ച് പറയുന്നതിൻ്റെ പരിമിതികളുണ്ട്. അദ്ദേഹത്തിന് അത് പറയാൻ പറ്റില്ല. കാരണം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പാർട്ടിയും അദ്ദേഹവും അതിൻ്റെ ഭാഗമാണ് എന്നുള്ള യാഥാർത്ഥ്യം നിലനിൽക്കുന്നുണ്ട്. പക്ഷേ മോദി തെലങ്കാനയിൽ ഈ തെരഞ്ഞെടുപ്പ് പ്രചരണ കാലത്ത് ഏറ്റവും ഒടുവിൽ നടത്തിയ പ്രസംഗം പോലും നമ്മുടെ മുമ്പിലുണ്ട്. മക്കൾ രാഷ്ട്രീയത്തിൻ്റെ ജീർണിച്ച അവശിഷ്ടങ്ങളാണ് ഇപ്പോൾ കാണുന്ന നെഹ്റു കുടുംബം അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി എന്നൊക്കെ അദ്ദേഹം പറഞ്ഞിരുന്നത് നമ്മൾ കേട്ടതാണ്. എന്തായാലും ഇത്തവണ രാഹുൽ ഗാന്ധി മക്കൾ രാഷ്ട്രീയത്തിൻ്റെ പട്ടിക തന്നെ പുറത്തുവിട്ടുകൊണ്ടാണ് ഈ കാര്യം മോദിയോട് പറഞ്ഞത്. മോദിക്ക് ആ പരിവാർ തന്നെ അങ്ങ് നീക്കിക്കളയാമെന്ന് ആജ്ഞാപിക്കുകയും ചെയ്തു. ഈ 20 പേരുടെ പട്ടിക ഞാൻ നിങ്ങളുടെ മുമ്പിൽ വായിക്കാം. മോദിയുടെ സർക്കാരിലെ മക്കളുടെ പട്ടിക. HD കുമാരസ്വാമി ഘടകകക്ഷിയാണ്. അദ്ദേഹത്തിൻ്റെ അവസ്ഥ എന്താ? മുൻ പ്രധാനമന്ത്രി HD ദേവഗൗഡയുടെ മകൻ. ജയന്ത് ചൗധരി മുൻ പ്രധാനമന്ത്രി ചൗധരി ചരൺ സിംഗിൻ്റെ പേരക്കുട്ടി. രാംനാഥ് താക്കൂർ ബീഹാർ മുൻ മുഖ്യമന്ത്രി കർപ്പൂരി ഠാക്കൂറിൻ്റെ മകൻ. റാവു ഇന്ദ്രജിത് സിംഗ് ഹരിയാന മുൻ മുഖ്യമന്ത്രി റാവു ബിജേന്ദ്ര സിംഗിൻ്റെ മകൻ.
റാവു ഇന്ദ്രജിത് സിംഗ് മക്കളുടെ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമാണ് എന്ന് പറയുമ്പോൾ തന്നെ മൂപ്പര് കോൺഗ്രസിൽ നിന്നും വന്നവരാണ് എന്നുള്ളതാണ്. രവ്നീത് സിംഗ് ബിട്ടു, പഞ്ചാബ് മുൻ മുഖ്യമന്ത്രി ബിയാൻ സിംഗിൻ്റെ പേരക്കുട്ടി. ബിട്ടുവും കോൺഗ്രസ്സുകാരനായിരുന്നു, ഇപ്പോഴാണ് BJPയിലെത്തിയത്. ജ്യോതിരാദിത്യ സിന്ധ്യ, മുൻ കേന്ദ്രമന്ത്രി മാധവ് റാവു സിന്ധ്യയുടെ മകൻ, അദ്ദേഹവും കോൺഗ്രസ്സിലായിരുന്നു, ഇങ്ങോട്ട് വന്നതാണ്. 7 ചിരാഗ് പാസ്വാൻ, മുൻ കേന്ദ്രമന്ത്രി രാംവിലാസ് പാസ്വാൻ്റെ മകൻ. 8 രാം മോഹൻ നായിഡു, മുൻ കേന്ദ്രമന്ത്രി യരൻ നായിഡുവിൻ്റെ മകൻ. 9 പീയൂഷ് ഗോയൽ, മുൻ കേന്ദ്രമന്ത്രി വേദ് പ്രകാശ് ഗോയലിൻ്റെ മകൻ. കിരൺ റിജിജു, അരുണാചൽ പ്രദേശിലെ ആദ്യ പ്രോടൈം സ്പീക്കറായിരുന്ന റിഞ്ചിൻ ഖാരുവിൻ്റെ മകൻ. JP നഡ്ഡ, BJPയുടെ പ്രസിഡന്റാണ്. മധ്യപ്രദേശിൽ നിന്നുള്ള മുൻ MPയും മന്ത്രിയുമായ ജയശ്രീ ബാനർജിയുടെ മരുമകൻ. ജിതിൻ പ്രസാദ, ഉത്തർപ്രദേശിൽ നിന്നുള്ള മുൻ MP ജിതേന്ദ്ര പ്രസാദയുടെ മകൻ, കോൺഗ്രസ്സുകാരനായിരുന്നു, ഇങ്ങോട്ട് വന്നതാണ്. കീർത്തിവർദ്ധൻ സിംഗ്, ഉത്തർപ്രദേശ് മുൻ മന്ത്രി മഹാരാജ് ആനന്ദ് സിംഗിൻ്റെ മകൻ. ധർമ്മേന്ദ്ര പ്രധാൻ, മുൻ കേന്ദ്രമന്ത്രി ദേവേന്ദ്ര പ്രധാൻ്റെ മകൻ. അനുപ്രിയ പട്ടേൽ, BSPയുടെയും അപ്നാദളിൻ്റെയും സ്ഥാപകൻ സോനേലാൽ പട്ടേലിൻ്റെ മകൾ. രക്ഷ ഖദ്സെ, മഹാരാഷ്ട്രയിലെ മുൻ MLAയും മന്ത്രിയുമായ ഏക്നാഥ് ഖദ്സെയുടെ മരുമകൾ. കമലേഷ് പാസ്വാൻ, ഉത്തർപ്രദേശിലെ ലോക്സഭാ സ്ഥാനാർത്ഥി ഓം പ്രകാശ് പാസ്വാൻ്റെ മകൻ. ശന്തനു ഠാക്കൂർ, പശ്ചിമബംഗാൾ മുൻ മന്ത്രി മഞ്ജുൾ കൃഷ്ണ ഠാക്കൂറിൻ്റെ മകൻ. വീരേന്ദ്രകുമാർ ഖത്വിക്, മധ്യപ്രദേശ് മുൻ മന്ത്രി ഗൗരി ശങ്കർ ഷെജ്വാറിൻ്റെ അളിയൻ. അന്നപൂർണ ദേവി, ബീഹാർ മുൻ MLA രമേശ് പ്രസാദ് യാദവിൻ്റെ ജീവിത പങ്കാളി. ഇങ്ങനെ 20 പേരുടെ പട്ടികയാണ് കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ കുടുംബ ആധിപത്യത്തെക്കുറിച്ച് നിരന്തരം പറയുന്ന മോദിയുടെ സർക്കാരിലെ മന്ത്രിമാരുടെ മക്കൾ രാഷ്ട്രീയത്തിൻ്റെ പട്ടികയിലുള്ളത്. ഈ 20-ൽ 4 പേർ സമീപകാലത്ത് കോൺഗ്രസിൽ നിന്നും BJPയിലേക്ക് എത്തിയവരാണ് എന്നുള്ള പ്രത്യേകത കൂടിയുണ്ട്. എന്തായാലും ദൈവത്തിൻ്റെ പ്രതിനിധിയായി എത്തുന്ന മോദിയുടെ സർക്കാരിലെയും അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തിലെയും പരിശുദ്ധികൾ, അസാധാരണമായ പരിശുദ്ധികൾ, ഇതൊക്കെയാണ് എല്ലാ മനുഷ്യരിലും എല്ലാ രാഷ്ട്രീയക്കാരിലും കാണുന്ന സാധാരണത്വമാണ്. അത് സുരേഷ് ഗോപി ആയാലും മോദി ആയാലും ഇങ്ങനെയൊക്കെ തന്നെയാണ്. നന്ദി, നമസ്കാരം.